നേരെ മറിച്ച് പോലീസ് പറയുന്നത് ഈ അറ്റർണി കാണിക്കുന്ന വീഡിയോ പിന്നെ എഡിറ്റ് ചെയ്തതാണ്, അത് മുഴുവൻ കാണിക്കുന്നില്ല. അപ്പം മുഴുവനുള്ള വീഡിയോയിൽ ഈ തട്ടിക്കൊണ്ടുപോകൽ ശരിയാണ്, ഇവരുടെ ആരോപണം ശരിയാണെന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ അത് പിന്നെ പോലീസിൻ്റെ നിലപാടിനെയും പിന്നെ പലരും ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് കരോളിൻ മില്ലറെ പോലെ ഒരാൾ ഇങ്ങനെ ഇത്രയും ഹീനമായിട്ടുള്ള ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചതെന്നതിനെപ്പറ്റി ഈ പട്ടേലിൻ്റെ അഭിഭാഷകൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവര് മുമ്പും പല കേസുകളൊക്കെ കൊടുത്തിട്ടുള്ള ആളുകളാണ്. കേസിൻ്റെ കാര്യത്തിൽ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്, വ്യവഹാരത്തോട് താല്പര്യമുള്ള ഒരാളാണ്. മുമ്പ് 2021 മറ്റോ എന്തോ ലിഫ്റ്റ്, നമ്മുടെ ഊബർ പോലെ തന്നെയുള്ള ലിഫ്റ്റിൻ്റെ പിന്നെ ഡ്രൈവർ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അവർ കേസ് കൊടുത്തിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നേരത്തെ ഉണ്ട്. അപ്പം ഇവരിതിൻ്റെയൊക്കെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണോന്ന് അറിയില്ല ഇത്രയും വലിയൊരു ഗുരുതരമായ കുറ്റം ആരോപിക്കുന്നത്. അപ്പം ഈ ജയിലിൽ നമുക്കറിയാം, ഈ അമേരിക്കയിലെ ജയിലിൽ ഇങ്ങനെ കുട്ടികളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ജയിലിലെ മറ്റ് തടവുകാരെ അടിച്ച് ശരിപ്പെടുത്തും. അത് പിന്നെ ഭീഷണിപ്പെടുത്തി അടിച്ച് ശരിപ്പെടുത്തുകയൊക്കെ ചെയ്യും. ഏതാനും വർഷം മുമ്പ് ഒരു കത്തോലിക്ക പുരോഹിതൻ 70 വയസ്സിൽ കൂടുതലുണ്ട്, അദ്ദേഹത്തെ ഇതുപോലെ ഈ കുട്ടികളെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. ജയിലിൽ ചെന്നപ്പോഴത്തേക്ക് മറ്റുള്ളവരെല്ലാം കൂടി അങ്ങനെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ഹീനകൃത്യങ്ങൾ പിന്നെയും നടക്കാറുണ്ട്. അപ്പം ജയിലിലെ മറ്റ് കുറ്റകൃത്യങ്ങളൊക്കെ, കൊലപാതകം ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് നല്ല സ്വീകരണമാണ് അവിടെ കിട്ടുക. അപ്പോൾ അതാണ് ജയിലിലെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ജയിലിൽ ഭീഷണിയാണ് പീഡിപ്പിക്കുന്നത്. മാത്രമല്ല അവിടുത്തെ ഭക്ഷണം, ഇങ്ങനെയൊക്കെ വെജിറ്റേറിയൻ ആയിരിക്കും, ജയിലിൽ വെജിറ്റേറിയൻ ഭക്ഷണമൊന്നും കിട്ടാനും പോകുന്നില്ല. ഇതുവരെ ഇട്ട് ജാമ്യം കിട്ടിയിട്ടുമില്ല. ഇനിയിപ്പം ഇങ്ങനെയുടെ കേസ് മെയ് 6-നാണ്. അപ്പോൾ എന്തായാലും ഇത് ഏറെ അലോസരപ്പെടുത്തും. നമ്മളൊരാളെ സഹായിക്കാൻ പോകുമ്പം നമ്മൾ 2 വട്ടമോ 3 വട്ടമോ ആലോചിക്കണം സഹായിക്കണമെന്ന്. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ച് നമ്മുടെ അന്തരിച്ച എഴുത്തുകാരൻ ജോയൻ കുമരകം പറഞ്ഞിട്ടുള്ള ചില പെണ്ണുങ്ങൾ പിന്നെ ഈ കോട്ടിൻ്റെ ബട്ടണൊന്നും ഇട്ട് കൊടുക്കുക പുറകിലോ, അല്ലെങ്കിൽ അങ്ങനെ പറയും. അപ്പം ആ വഴിക്കൂടെ പോയേക്കരുത്, എന്നിട്ട് പിന്നെ അവരെ നമ്മളെ കേസിൽ കൊടുക്കും, നമ്മളെ പ്രശ്നത്തിലാക്കും. അതുകൊണ്ട് കഴിവതും സഹായിക്കാൻ പോകരുതെന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വാസ്തവം പറഞ്ഞാൽ ഈ നമ്മൾ ശുദ്ധഗതിക്കും പിന്നെ ഈ 99% ഇന്ത്യക്കാർ ഇവിടെ വന്നിരിക്കുന്നവർ നമുക്കറിയാം കുറ്റകൃത്യങ്ങളിൽ ഒന്നും താല്പര്യമുള്ളവരല്ല. ഇവിടെ ജീവിക്കാൻ വേണ്ടി വന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. പിന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ പിന്നെ പരമാവധി ചെയ്യുന്നത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അക്കാര്യത്തിലാണല്ലോ നമുക്ക് പിന്നെ താല്പര്യം കൂടുതലുള്ളത്, സാമ്പത്തിക തട്ടിപ്പ്.